നമ്മൾ എല്ലാവരും ജീവിതത്തിൽ പണം ഏൺ ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഒരു സിമ്പിൾ ചോദ്യം, പണം ഏൺ ചെയ്താൽ മാത്രം മതിയോ? നിങ്ങൾ 10,000 രൂപ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നു. 10 വർഷം കഴിയുമ്പോൾ ആ പൈസയുടെ വാല്യൂ എന്തായിരിക്കും? മേ ബി കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടും, എങ്കിലും ഓരോ വർഷം കഴിയും തോറും ആ പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പ്രോപ്പറായി സ്റ്റഡി ചെയ്ത് ആ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മേ ബി 10 വർഷം കഴിയുമ്പോൾ 1,00,000 മുകളിൽ ആ പൈസക്ക് വാല്യൂ കാണും. അതുകൊണ്ടാണ് ലോകത്തിലെ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും പറയുന്നത്, ഡോണ്ട് ജസ്റ്റ് സേവ് മണി, ഇൻവെസ്റ്റ് മണി. അപ്പോൾ ഒരു ചോദ്യം വരും, പൈസ സേവ് ചെയ്താൽ പോരെ, എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? ഉത്തരം സിമ്പിൾ ആണ്, ഇൻഫ്ലേഷൻ. ഉദാഹരണത്തിന് 10 വർഷം മുമ്പ് 50 രൂപ കൊടുത്താൽ കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് കിട്ടണമെങ്കിൽ 100 രൂപക്ക് മുകളിൽ കൊടുക്കണം. നമ്മുടെ പൈസ ബാങ്കിലിട്ടാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പർച്ചേസിംഗ് പവറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് ഇൻവെസ്റ്റ് ചെയ്താലോ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, ഒപ്പം ഫ്യൂച്ചർ ഗോൾസും അച്ചീവ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നും ബിഗിനേഴ്സ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒക്കെ ഫിനാൻസ് ലോകത്തേക്ക് പുതിയതായി കടന്നു വന്നവർക്ക് ഉൾപ്പെടെ മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ വളരെ സിമ്പിളായ ഒരു കൺസെപ്റ്റാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള പൈസ ഭാവിയിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്രമല്ല അധ്വാനിക്കുക, നമ്മുടെ പണം നമുക്കായി അധ്വാനിക്കുന്ന മെത്തേഡാണ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു 1,00,000 രൂപയുണ്ട്. അത് നിങ്ങൾ ബാങ്കിലിട്ടാൽ അത് സേവിങ്സ് ആണ്. എന്നാൽ അതേ പൈസ നിങ്ങൾ സ്റ്റോക്കോ മ്യൂച്വൽ ഫണ്ടോ ഗോൾഡോ വാങ്ങാൻ യൂസ് ചെയ്താലോ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഫ്യൂച്ചറിൽ അതിന്റെ അസറ്റ് വാല്യൂ വർദ്ധിക്കാം. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. സേവിങ്സ് എന്നാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. അതിന് ലിക്വിഡിറ്റി കൂടുതലാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ യൂസ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. അത് ഷോർട്ട് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റും സേവിങ്സ് അക്കൗണ്ടും ഒക്കെ പണം സേവ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. നമ്മുടെ പൈസ സേഫാക്കി വെക്കുക എന്നതാണ് സേവിങ്സിന്റെ മെയിൻ എയിം. ഇനി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞാലോ, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ എയിം. ഫോർ എക്സാമ്പിൾ, 10 വർഷം കഴിഞ്ഞ് എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, റിട്ടയർമെന്റ് നേടണം. ഇതൊക്കെ നേടണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടിയേ തീരും. സോ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ മെയിൻലി 4 അസറ്റ് ക്ലാസ്സുകളാണുള്ളത്: ഇക്വിറ്റി, ഡെറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്. ഇവയെ ഓരോന്നും ഡിഫറെന്റ് റിസ്ക് റിട്ടേൺ പ്രൊഫൈൽ ഉള്ളവയാണ്. അവയെ ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽഡായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു അസറ്റ് ക്ലാസ് ആണ്. ഡെറ്റ് എന്നാൽ ഒരു കമ്പനിക്കോ ഗവൺമെന്റിനോ നിങ്ങൾ നിങ്ങളുടെ പൈസ ലെൻഡ് ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ഇക്വിറ്റിയേക്കാൾ സേഫ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഡെറ്റ്. ബോണ്ട്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയ ഏറ്റവും പോപ്പുലർ ആയ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ FD. നമ്മൾ കുറച്ച് പൈസ ഒരു ഫിക്സ്ഡ് ടൈം പീരീഡിലേക്ക് ബാങ്കിലോ NBFCയിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവരതിനൊരു ഫിക്സ്ഡ് റിട്ടേൺ നമുക്ക് നൽകുന്നു. സിമ്പിൾ. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തെന്നാൽ RBI റെഗുലേറ്റഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. ലോ റിസ്ക് ആണ്, ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. എന്നാൽ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇതിന് റിട്ടേൺസ് വളരെ ലിമിറ്റഡ് ആണ്. ചില സമയത്ത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പോലും ആ റിട്ടേൺസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്നാൽ വെൽത്ത് ക്രിയേഷൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല. ബോൺസ് എന്നാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ആ ബോൺസ് വാങ്ങുമ്പോൾ ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് നമ്മൾ നമ്മുടെ പൈസ ലോണായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ അതിനെ നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ഗവൺമെന്റ് ബോൺസ്, കോർപ്പറേറ്റ് ബോൺസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ചില സമയങ്ങളിൽ ബോൺസ് FDയേക്കാൾ കൂടുതൽ റിട്ടേൺസ് നൽകാറുണ്ട്. ലോ റിസ്ക് ആണെങ്കിൽ ഗവൺമെന്റ് ബോൺസ് കൺസിഡർ ചെയ്യാം. മോഡറേറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ കോർപ്പറേറ്റ് ബോൺസ് കൺസിഡർ ചെയ്യാം. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സേഫസ്റ്റ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇതിന് എക്സാമ്പിളായി ട്രഷറി ബിൽസ്, ഗവൺമെന്റ് ബോൺസ്, RBI ബോൺസ് എല്ലാം കൺസിഡർ ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്, ലോ റിസ്ക് ആണ്. സ്റ്റിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലുള്ള അടുത്ത അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി അഥവാ സ്റ്റോക്സ്. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ ഒരു ചെറിയ ഭാഗത്തിന്റെ ഓണർ കൂടിയാവുന്നു നമ്മൾ, ഒരു ഷെയർ ഹോൾഡർ ആവുന്നു. ഫോർ എക്സാമ്പിൾ, റിലയൻസിന്റെ ഷെയറാണ് നാം വാങ്ങുന്നതെങ്കിൽ അതിന്റെ ഓണർഷിപ്പിൽ നമ്മളും ഒരു ഭാഗമാവുകയാണ്. ഇക്വിറ്റിയിൽ നിന്ന് 2 തരത്തിലാണ് നമുക്ക് റിട്ടേൺസ് ലഭിക്കുക. ഒന്ന് ക്യാപിറ്റൽ അപ്രിസിയേഷൻ, അതായത് നമ്മൾ വാങ്ങിയ ഷെയറിന്റെ വാല്യൂ ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ വാല്യൂം ഇൻക്രീസ് ആവുന്നു. 2 ഡിവിഡൻസ്. ഒരു കമ്പനിയുടെ പെർഫോമൻസ് അനുസരിച്ച് അതിന്റെ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ഇൻകമായി കണക്കാക്കാം, റിട്ടേൺസ് ലഭിക്കുന്നു.
നല്ല രീതിയിൽ റിസർച്ച് നടത്തി ഇൻവെസ്റ്റ് ചെയ്താൽ ഹൈ റിട്ടേൺസ് നൽകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി. അതുപോലെ തന്നെ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള അസറ്റ് ക്ലാസ് ഇത് തന്നെയാണ്. സോ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് കൂടിയുള്ള അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി. ഫസ്റ്റ് വൺ ഈസ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. മാർക്കറ്റ് എപ്പോഴും നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ അനാലിസിസ് അനുസരിച്ചായിരിക്കില്ല മൂവ് ചെയ്യുക. വളരെ പെട്ടെന്നുള്ള അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർ അതിൽ ട്രാപ്പായി പോകുമ്പോൾ മറ്റു ചിലർ അതൊരു ഓപ്പർച്യൂണിറ്റി ആയി കാണാറുമുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ തന്നെ ചെയ്യാറുണ്ട്. മാർക്കറ്റ് മൂവ്മെന്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടണമെങ്കിൽ വാർ തുടങ്ങിയ സമയം മുതലുള്ള മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസ് നോക്കിയാൽ മതി, ഈസിയായി മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈസ് ഷോർട്ട് ടേം വോളറ്റിലിറ്റി. നിങ്ങളൊരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പൈസ തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നെന്ന് വരില്ല. കാരണം മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ച് അപ് ട്രെൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ചിലപ്പോൾ അപ്രിസിയേഷൻ വന്നേക്കാം. എന്നാൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ആ സ്റ്റോക്കിന്റെ വാല്യൂ കുറയും. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിന്റെ വാല്യൂവും അവിടെ കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലത്തേക്ക് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അസറ്റ് ക്ലാസ് അല്ല ഇക്വിറ്റി. നല്ല രീതിയിൽ റിസർച്ച് നടത്തി പ്രോപ്പർ നോളജോട് കൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മേഖലയാണ് ഇക്വിറ്റി. കേവലം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുക എന്നതിലുപരി നല്ല പൊട്ടൻഷ്യലുള്ള, നല്ല തീമുള്ള, നല്ല ക്രെഡിബിലിറ്റി ഉള്ള, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനി സെലക്ട് ചെയ്യുക എന്നതാണ് സ്കിൽ. അത്തരത്തിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാൻ അധികം സമയമൊന്നും വേണ്ട. സോ ഇത്തരത്തിൽ റിസർച്ച് നടത്തേണ്ടത് കൊണ്ട് ബിഗിനേഴ്സിൽ വളരെ ചലഞ്ചിങ് ആയി തോന്നാം. അത്തരത്തിലുള്ളവർക്കാണ് മ്യൂച്വൽ ഫണ്ടുകൾ. നിങ്ങൾക്ക് കുറച്ച് പൈസ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഏത് സ്റ്റോക്ക് വാങ്ങണമെന്നോ എങ്ങനെ റിസർച്ച് ചെയ്യണമെന്നോ നിങ്ങൾക്കറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് പേർ ഈ ലോകത്തുണ്ടാവും. ഒരു ഫണ്ട് മാനേജർ അല്ലെങ്കിൽ ഇതിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ പൈസ കളക്ട് ചെയ്ത് പ്രോപ്പർ റിസർച്ച് ആൻഡ് സ്റ്റഡി നടത്തി സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിളായി പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്. അതായത് പല ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് ഒരു ഫണ്ട് മാനേജർ സ്റ്റഡി അല്ലെങ്കിൽ റിസർച്ച് നടത്തി പല അസറ്റ് ക്ലാസ്, അതായത് സ്റ്റോക്കുകളിലോ ബോണ്ടുകളിലോ ഗോൾഡിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും പ്രൊഫഷണലി മാനേജറാണ്. അതായത് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മിസ്റ്റേക്സ് വളരെ കുറവായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് മ്യൂച്വൽ ഫണ്ടിൽ വളരെ കൂടുതലാണ്. നമുക്ക് സ്റ്റോക്കുകളിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇനി സ്റ്റോക്കും ബോണ്ടും കമ്പൈൻ ചെയ്താണെങ്കിൽ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുണ്ട്. ഇനി ബോണ്ടുകൾ മാത്രമാണെങ്കിൽ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുണ്ട്. എല്ലാ അസറ്റ് ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്. സോ ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്പർച്യൂണിറ്റി മ്യൂച്വൽ ഫണ്ടിൽ കൂടുതലാണ്. മ്യൂച്വൽ ഫണ്ട്സ് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതായത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ, എന്നാൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ സമയമോ ഇല്ലാത്ത ആളാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ഈസി എൻട്രി നൽകുന്നുണ്ട്. കേവലം 100 രൂപ മുതൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻകം വളരെ കുറവുള്ള ആൾക്ക് പോലും മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സ്റ്റോക്കുകളിൽ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മ്യൂച്വൽ ഫണ്ടിലും ആപ്ലിക്കബിൾ ആണ്. ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ETF എന്നാൽ ബേസിക്കലി ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടും ETF തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ യൂണിറ്റ് നമുക്ക് നൽകുന്നത് ആ അസറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ്. എന്നാൽ ETF-ൻ്റെ കേസിലാണെങ്കിലോ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഏതൊരു സ്റ്റോക്കും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ETF-ഉം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഭൂരിഭാഗം ETF-കളും ഏതെങ്കിലുമൊക്കെ ഇൻഡെക്സിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. ഉദാഹരണത്തിന് ഒരാൾക്ക് നിഫ്റ്റി 50-ലുള്ള 50 കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ 50 കമ്പനികളുടെയും ഷെയർ വാങ്ങിക്കാൻ അദ്ദേഹത്തിൻ്റെ പണം തേടണമെന്നില്ല. അത് നോക്കി നടക്കാൻ അദ്ദേഹത്തിൻ്റെ സമയവും കാണില്ല. അത്തരത്തിലൊരാൾക്ക് ഏറ്റവും അനുയോജ്യം നിഫ്റ്റി 50-യുടെ ETF വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ 50 കമ്പനികളുടെയും പാർഷ്യൽ ഓണറായി അദ്ദേഹം മാറുകയാണ്. ഈ 50 കമ്പനികളുടെയും മൂവ്മെന്റ് അനുസരിച്ച് ETF-ന്റെ വാല്യൂവിലും ചേഞ്ച് വരുന്നു. ETF-ന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കിയാൽ അത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്, എക്സ്പെൻസ് കുറവാണ്, മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം, ഡൈവേഴ്സിഫൈഡ് ആണ്. ഉദാഹരണത്തിന് നിഫ്റ്റി 50-യുടെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പല തീമിലുള്ള 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അത് ഡൈവേഴ്സിഫൈഡ് ആയി മാറുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ETF ഒരിക്കലും ഗ്യാരണ്ടീഡ് റിട്ടേൺ നൽകുന്നില്ല. ETF ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അത് മുകളിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റ് നൽകുന്നു, താഴേക്ക് പോയാൽ അത് ലോസ് ആവുന്നു. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ETF-ന് എപ്പോഴും നല്ലത്.
ഇൻഡെക്സ് ഫണ്ട് എന്നാൽ മാർക്കറ്റിലുള്ള ഇൻഡെക്സുകളെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഉദാഹരണത്തിന് നിഫ്റ്റി 50 ഇൻഡെക്സ്, അതായത് നിഫ്റ്റി 50യിലെ 50 കമ്പനികളെ അതിൻ്റെ അലോക്കേഷൻ അനുസരിച്ച് ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനോ സ്വന്തമായി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇവിടെ ഇല്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്നാൽ ലോ കോസ്റ്റ് ആണ്, പാസീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഭാവിയിൽ വെൽത്ത് ക്രിയേഷന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് വളരെയേറെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. ഇന്ത്യയിൽ ഏറ്റവും ട്രഡീഷണൽ ആയ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഗോൾഡ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പല മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നടത്താം. ഗോൾഡ് ETF, ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, സോവറിൻ ഗോൾഡ് ബോണ്ട്, അങ്ങനെ. ഗോൾഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ അതിൻ്റെ ലിക്വിഡിറ്റിയാണ്. നമുക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് ഗോൾഡ് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും ഗോൾഡ് സഹായിക്കും. പക്ഷേ ഒരു വെൽത്ത് ക്രിയേഷന് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ മാത്രം നമുക്ക് സാധിക്കില്ല. മോഡറേറ്റ് റിട്ടേൺ ആയതുകൊണ്ട് വെൽത്ത് പ്രിസർവേഷൻ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഇന്ത്യയിലെ ആളുകൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസറ്റാണ് റിയൽ എസ്റ്റേറ്റ്, അതായത് ലാൻഡ്, ഹൗസ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ്, അപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങിയവയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോങ് ടൈമിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവുന്നു, ഒരു റെൻ്റൽ ഇൻകം കിട്ടുന്നു. എന്നാൽ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഇതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈ ക്യാപിറ്റൽ റിക്വയർഡ് ആണ്, ലിക്വിഡിറ്റി വളരെ കുറവാണ്. അതായത് നമുക്ക് ക്യാഷിന് അത്യാവശ്യം വരുന്നൊരു സമയം പെട്ടെന്ന് അത് സെൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല, വലിയൊരു സം അവിടെ ബ്ലോക്കായി പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളെ പറ്റിയും ഓരോ അസറ്റ് ക്ലാസ്സുകളിലുള്ള ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയും നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇത് മാത്രം മനസ്സിലായത് കൊണ്ടായില്ല, ബിഗിനേഴ്സ് വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഷോർട്ട് ടേം തിങ്ക് ചെയ്യുക, റിസ്ക് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക, റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് 2 ഉണ്ടാവും. ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്സ്, റിസ്ക് വേഴ്സസ് റിവാർഡ്, ഹൗ ടു ഇൻവെസ്റ്റ് എന്നിവയൊക്കെ നാം ആ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതുമാത്രമല്ല ഈ വീഡിയോയിൽ ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻസിനെ പറ്റി ബ്രീഫായി നാം പറഞ്ഞു പോയതേ ഉള്ളൂ. അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വൈകാതെ തന്നെ ഈ ചാനൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മിസ്സായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ രേഖപ്പെടുത്താം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ സച്ച് ഇൻഫോ. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സിംപ്ലിഫൈഡ്.